കൊല്ലത്തെ കോളേജ് കാലം ഓർക്കുമ്പം സുരേഷ് ഗോപി എന്ന സഹപാഠിയെ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് 5 വർഷം. ഞാൻ 2 വർഷം പ്രീ ഡിഗ്രിക്ക് ഞാനും സുരേഷ് ഗോപിയും പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. കഴിഞ്ഞ് സുരേഷ് ബോട്ടണി ഐച്ഛിക വിഷയമായി എടുത്തു, ഞാൻ കെമിസ്ട്രി. എന്നാലും ഫാറ്റിമ കോളേജിൽ തന്നെ ഉണ്ട്. പക്ഷെ അന്ന് സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ പോയിട്ട് ഒരു ഫിലിം സ്റ്റാർ പോലും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തുപറ്റി? കാരണം അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെയായിരുന്നു. ആ, വളരെ ഒതുങ്ങി ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് വളരെ ഒരു അച്ചടക്കം. പഠിപ്പിയായിരുന്നു. അതെ അതെ, അത്തരം വളരെ അന്തർമുഖനെന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് അതിന് സമാനമായ നിലയിലായിരുന്നു സുരേഷ് ഗോപി. ആ, അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ഷൻ ഹീറോ ആകുമെന്നുള്ളത് സത്യത്തിൽ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അതല്ല, ഇത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോഴും സ്ക്രീനിൽ ആദ്യം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല. വളരെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നോടൊപ്പം പഠിച്ച സുരേഷാണ് ഇത് എന്ന് ബോധ്യപ്പെട്ടു. ആ രൂപത്തിലുള്ള മാറ്റമാണ് സുരേഷ് ഒരൊറ്റ സ്റ്റേജിൽ അപ്പിയർ ചെയ്തിട്ടില്ല. പ്രസംഗിക്കാനൊന്നും. സാധാരണഗതിയിൽ സിനിമാ രംഗത്തും കലാരംഗത്തും ഒക്കെ ഉള്ളവർ ഏതെങ്കിലും ഒരു നാടകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോണോ ആക്ട്, മിമിക്രി. ഇപ്പം മുകേഷ് കോളേജിൽ പഠിക്കുമ്പോൾ സ്ഥിരം മിമിക്രി, സ്ഥിരമായി ഞങ്ങളുടെ അതേ ബാച്ചായിരുന്നു, എസ് എൻ കോളേജിലായിരുന്നു എന്നേ ഉള്ളൂ, സ്ഥിരമായി കേരള സർവകലാശാല യൂണിയൻ്റെ മത്സരത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുന്നയാളായിരുന്നു. അങ്ങനെ എത്രയോ പേർ. പക്ഷേ സുരേഷിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പിന്നെ ഈ പറയുന്ന ഒരു ആക്ഷൻ ഹീറോയുടെ ഒരു നേച്ചർ ഉണ്ടായിരുന്നില്ല.